ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എവിടെയാണെന്നറിയോ? ഇത് ജുമേറയാണ്. ജുമേറയിലുള്ള ഒരു മനോഹരമായ വാക്ക് വേ ആണ് കേട്ടോ. ഇത് ഒത്ത സിറ്റിയുടെ നടുക്കുള്ള ഒരു വാക്ക് വേ ആണ്. സിറ്റിയിൽ നല്ല തിരക്കും ഒക്കെ ഉള്ള ഒരു റോഡിൻ്റെ സൈഡിൽ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാക്ക് വേ ആണ്. സൈഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കളും ഗാർഡനും ഒക്കെ പോലെ ഇങ്ങനെ വെച്ചിട്ട് അതിമനോഹരമായൊരു വാക്ക് വേ ഇത് നടുക്ക് കൂടെ. നമുക്ക് എന്താ പറയുക, സിറ്റിയുടെ ഇത്രയും ബിസി ആയിട്ടുള്ള ലൈഫിൻ്റെ ഇടയ്ക്കും ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ വെച്ചത് തന്നെയായിരിക്കും ഇത്, അല്ലേ? നല്ല ദൂരത്തിലാണ് വാക്ക് വേ ഉള്ളത്. അതുപോലെ തന്നെ ഇവർ പല സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്തുമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. 600 മീറ്റർ 100 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്ര ഭാഗം നമ്മൾ ക്രോസ് ചെയ്തു എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിമനോഹരമായ ഒരു വാക്ക് വേ. ഞാൻ ഇങ്ങനെ വൈകുന്നേരം നടക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് അതിൽ കൂടെ ഇങ്ങനെ നടക്കാൻ. കണ്ടോ, എൻ്റെ ബാക്കിലൊക്കെ അത് ഒരു റോഡാണ്, നല്ലൊരു ബിസി റോഡ് തന്നെയാണത്. പക്ഷേ എന്നാലും നമ്മൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊന്നും അറിയാതെ ഇപ്പുറത്തെ വശത്ത് നമുക്ക് നല്ല രസമായിട്ട് നടക്കാൻ പറ്റുന്ന, എന്താ പറയുക, നമ്മുടെ മനസ്സിന് ഭയങ്കര ശാന്തിയും സമാധാനമൊക്കെ തോന്നുന്ന നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ ഉള്ള ഒരു വാക്ക് വേ തന്നെയാണ് കേട്ടോ. ഇത് എനിക്ക് സൈഡിൽ ഇങ്ങനെ പച്ച കളറിലെ ചെടികൾ വെച്ചിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇത് എന്ത് ചെടിയാണെന്നറിയോ? ഇത് ബോഗൻവില്ലയാണ് കേട്ടോ. അതവിടെ കുറച്ച് പൂക്കൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. പൂക്കളൊക്കെ ഒന്ന് വായി വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കടലാസ് പൂവ് അതാണ് ഇത്. പക്ഷെ അത് നല്ല രസമായിട്ട് ഇങ്ങനെ വെട്ടി നല്ല നിരപ്പിൽ നല്ല ഭംഗിയായിട്ട് ആ വാക്ക് വേയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. എല്ലാവർക്കും അറിയാമല്ലോ പിങ്ക് കളറിലുള്ള ബോഗൻവില്ല എന്തൊരു ഭംഗിയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബീച്ചൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷന് ന്യൂ ഇയർ ഫയർ വർക്ക്സ് കാണാൻ പോയില്ലേ, ആ ബീച്ച് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഈ വാക്ക് വേ നടന്നെത്തുന്നത് ആ ബീച്ചിലേക്കാണ് ആക്ച്വലി. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ രസമായിട്ടൊക്കെ നടന്നു. അതുപോലെ തന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ വേറൊരു കാഴ്ച ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി ഇരുട്ടായി തുടങ്ങി, അതുകൊണ്ടാണ് സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ കാണുന്നത്. കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ 600 മീറ്റർ എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. പ്രോപ്പറായിട്ട് ഡെയിലി ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ ആ മെഷർമെൻറ്റ്സ് ഒക്കെ എഴുതി വെക്കുന്നത് വളരെ ഉപയോഗമായിരിക്കും, അല്ലേ? അവരെത്ര മീറ്റേഴ്സ് ക്രോസ് ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇന്ന് ഇത്രയാണെങ്കിൽ നമുക്ക് നാളെ ഇതിലും കൂടുതൽ നടക്കണം എന്നുള്ളൊരു എന്താ പറയുക, ഒരു വാശിയൊക്കെ നമുക്ക് തോന്നുന്ന ഒരു കാര്യമല്ലേ, അല്ലേ? ഇത് നോക്കി, ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് എന്താ ഉള്ളതെന്ന് അറിയോ? ഇത് എന്ത് ചെടിയാണെന്നറിയോ? അത് മുരിങ്ങയിലയാണ് കേട്ടോ. അതെന്ത് സ്ഥാപനമാണെന്ന് എനിക്കറിയില്ല. ഫ്ലാറ്റാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാപനമാണോ എന്നറിയില്ല. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ മുരിങ്ങയിലയൊക്കെ ഉണ്ട്. നടന്ന് വല്ലാതെ ക്ഷീണിച്ചു. എന്തോരം കാലറീസ് ഇപ്പോൾ ശരീരത്തിൽ പോയിട്ടുണ്ടാവും, അല്ലേ? ഇനിയിപ്പോൾ ഈ കാലറീസ് എല്ലാം തിരിച്ചു പിടിക്കണ്ടേ? വല്ലാത്ത ക്ഷീണമായിപ്പോയി. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അവിടെ അടുത്ത് തന്നെ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ടത്, ഒരു മന്തി റെസ്റ്റോറൻറ്റ്. വേറെ ഒന്നും നോക്കിയില്ല, വേഗം കയറി അതിൻ്റെ അകത്തേക്ക്. സൂപ്പും പിന്നെ അതായത് ഫ്രൈഡ് റൈസാണ്. പിന്നെ നമ്മൾ മന്തി പറഞ്ഞത് സാധാരണ നമ്മൾ ചിക്കൻ മന്തിയൊക്കെ കഴിക്കാറുള്ളതല്ല. പക്ഷെ വേറെ എവിടെയും കാണാത്തൊരു സ്പെഷ്യൽ മന്തി ഞാൻ ഇവിടെ കണ്ടു. വേറെ നല്ല പ്രോൺസ് മന്തി. ഞാൻ ആദ്യമായിട്ടാണ് പ്രോൺസ് മന്തി കാണുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതാ നമ്മൾ കുറച്ച് കബാബും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൂപ്പർ പ്രോൺസ് മന്തിയും ചിക്കൻ മന്തി ഒക്കെ നമ്മൾ കഴിച്ചു. അങ്ങനെ അടിപൊളി ഡിന്നറിന് ശേഷം അവർ ഈ അറബിക് ബോൾസ് പോലത്തെ ഒരു സാധനമുണ്ട്, അത് തന്നു കോംപ്ലിമെൻ്ററി ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചായ തന്നു കേട്ടോ, കട്ടൻ ചായ, ലെമൺ ടീ തന്നു നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.